എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇന്ത്യ മുന്നണി ഇരിക്കാൻ പോകുന്നത് പ്രതിപക്ഷത്താണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. വെറുതെ അല്ല അനുഭവങ്ങൾ പാച്ചാളികൾ എന്ന് പറയുന്നത്. രണ്ട്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പകരം അവർ ആരെ ട്രസ്റ്റ് ചെയ്യണമെന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അതായത് കേരളത്തിൽ ഒരുപക്ഷെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു BJP വിരുദ്ധ വോട്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് കോൺഗ്രസിന് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന കോൺഗ്രസ്സുകാരോട് അവർ 5 വർഷവും അവിടെ തന്നെ ഇരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര CPM-കാർ അവിടെ പോയിരിക്കാനാണ്? എന്തിനാണ് ഈ CPM-ന് ഈ വോട്ട് കൊടുക്കുന്നത്? സന്തോഷായില്ലേ? പിന്നെ സന്തോഷം കൊണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM-കാർ എത്ര സീറ്റിലാണ് മത്സരിക്കുക? 8ഉം 3ഉം 11, 7ഉം 4ഉം 11, 121. വലിയ കാര്യത്തിൽ ഇവിടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും ഒക്കെ ഇറക്കി വരുന്ന ആൾക്കാർ മൊത്തത്തിൽ മത്സരിക്കുന്നത് ഏതാ 50 സീറ്റിലുണ്ടോ അതോ 40 സീറ്റിലോ? അത്ര സീറ്റുകളിൽ മാത്രം മത്സരിച്ചതിന് ശേഷം ഞങ്ങളിവിടെ ഭരണഘടനാ സംരക്ഷകരാണ്, ഞങ്ങളിവിടെ ജനാധിപത്യത്തിന്റെ കാവലാളാണ്, ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. ഞങ്ങളാണ് ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമേ ഈ ന്യൂനപക്ഷങ്ങൾ ഉള്ളൂ. ഹസ്കർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ CPM എവിടെയാണ്? ഇടതുപക്ഷ പാർട്ടികൾ എവിടെയാണ്? പേരിന് അങ്ങും ഇഞ്ഞുമൊക്കെ 1-2 ഇടത്തൊക്കെ മത്സരിക്കുന്നു, അതും മറ്റുള്ള പല ആൾക്കാരുടെയും ചെലവിൽ. ഈ കണക്കിന് പോയി നിങ്ങൾക്ക് ഞങ്ങളോട് കൂടാമല്ലോ. എന്നതിനപ്പുറത്തേക്ക് CPM എവിടെയാണ് ഇരിക്കുന്നത്? ഇവിടെയുള്ള ആൾക്കാർക്ക് BJP വിരുദ്ധ വോട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അത് കോൺഗ്രസ് തന്നെയാണ്. എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് എന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണം. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 11 സീറ്റ് കിട്ടി തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടി ചിഹ്നം പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ദേശീയ പാർട്ടി എന്നുള്ള ഒരു ഇമേജ് അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാർട്ടി. അത് ഒരു അഭിമാനമല്ലെങ്കിൽ അത് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു പേരല്ലേ അതാ പറഞ്ഞത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് വളർന്നുകൊണ്ട് ഈ പോയി മറ്റുള്ള ആൾക്കാരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാവരുടെയും കൂടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുമെന്ന രീതിയിലത്തേക്കൊക്കെ പറയുക എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. അധികം നേതാക്കൾ ഇവിടെ ഇരുന്നിട്ട് പ്രസ്താവന നടത്തുന്നുണ്ട്. പക്ഷേ ആ മലർപ്പൊടിക്കാരന്മാരായിട്ടുള്ള നേതാക്കൾക്ക് പോലും ഇവിടെ പറയാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് 10 സീറ്റ് കിട്ടുമെന്ന്. ഞാനും കണ്ടതാണ് മഞ്ജുഷ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അഭിമുഖം. 2 സീറ്റ് കിട്ടിയാൽ തന്നെ അത് വലിയ കാര്യമല്ലേ? നല്ല കാര്യമായി, അത് ഉടനെ ശരിയാവും എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇരട്ടി വളർച്ചയില്ലേ എന്ന രീതിയിലത്തേക്കൊക്കെ പറയുന്ന രീതിയിലുള്ള പൊടി ക്യാപ്സൂളുകൾ ഇപ്പോൾ തന്നെ തയ്യാറാണ്. വരാൻ പോകുന്ന ഫലം എന്താണ് എന്നതിനെ കൂട്ടി അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ നേരത്തെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള പല ക്യാപ്സൂളുകൾ 5 ആഴ്ച സമയത്തിനുള്ളിൽ തയ്യാറാണ്. കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച. ഹസ്കർ പോലും പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ അല്ല എന്ന്. ഒരു മന്ദൻ. ആദ്യം തന്നെ ഒരു കൃത്യമായിട്ടുള്ള നിലപാടെടുക്കണമായിരുന്നു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒന്നിച്ചു മത്സരിക്കുന്നു. കാരണം ഇതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. പുതിയ പാരയായിരിക്കും. ഭരണഘടനാ സംരക്ഷകരായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടായ്മയാണ് എന്നുള്ള അവരുടെ ആ ഒരു സന്ദേശത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ അതിന്റെ പേരിൽ ഇവിടെ ഒന്നിച്ചു മത്സരിക്കുന്നു എന്ന് പറയാമായിരുന്നു. ഈ 2 പാർട്ടികൾക്കും സ്വന്തമായിട്ട് കേരളത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്നാണ്. അപ്പൊ അവരിവിടെ ടെസ്റ്റ് ചെയ്യുന്ന ബലാബലം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയുടെ സ്വാധീനം. കേസും വഴക്കും അത് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് തുടങ്ങിയതാ. അതിന്റെ മത്സരവും വാശിയും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, അത് സത്യം. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് സംസ്ഥാന സർക്കാരിന്റെ കാര്യം. അത് നമ്മൾ ആളുകളെ വിളിച്ചു നിർത്തി നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. എവിടുന്നാണ് വരുന്നത് കരുത ബുദ്ധിയില്ലാതെ. ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റേതായിട്ടുള്ള ഏതെങ്കിലും ഒരു കോമൺ മിനിമം പ്രോഗ്രാമിനെ പറ്റി ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പോയപ്പോ പറഞ്ഞിരുന്നു. CPM-ന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഔദ്യോഗികമായിട്ട് ഏതൊക്കെ വിഷയങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. നിങ്ങളുടെ പഴയ പേര് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് എന്ന രീതിയിലത്തേക്ക് മുഖ്യമന്ത്രി പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് കേരളത്തിലെ CPM-ന്റെ ഭരണത്തിനെ പറ്റിയിട്ടുള്ള വികാരം തന്നെയാണ്. മനസ്സിലായിക്കോളും. ഭരണാധികാരികളുടെ തന്നെ ധൂർത്ത് നമ്മൾ സഹിക്കുന്നുണ്ട്. ഇനി അതുകൂടാ ഭരണാധികാരികളുടെ ശിങ്കിടികളുടെ ധൂർത്ത് കൂടി നമ്മൾ സഹിക്കണം. അവരുടെ അഴിമതിയും അവരുടെ അധികാര ദുർവിനിയോഗവും എല്ലാം. വിദ്യാഹ്ലാദത്തോടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരിന്റെ രുചിയുണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ? പുറത്തു വരുന്ന സമയത്ത് ഇതൊക്കെ സാധാരണ കാര്യമാണ് എന്ന് പറയുകയും അതിൽ യാതൊരു വിധത്തിലുള്ള നടപടികൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മന്ത്രിസ്ഥാനത്തിരുന്നിരുന്ന വ്യക്തികളൊക്കെ തന്നെ ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊരു ദുരവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത് എന്നാണ് നാം ആലോചിക്കുന്നത്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്.
അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. നമുക്കിതുപോലെ 34 തവണ ടയർ മാറിയ ഇന്നോവയെ പറ്റി അറിയാം. വഴിയിൽ വെച്ച് ടയറിന്റെ വെടിതീരുന്ന ഇന്നോവയെ പറ്റി അറിയാം. പിന്നല്ലാതെ 3 വർഷം മാത്രം ഓടിയതിനു ശേഷം 1.5 ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോൾ മാറേണ്ടി വരുന്ന ഇന്നോവയെ പറ്റി അറിയാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിനെയൊക്കെ എതിർക്കുന്ന, എവിടെയാണ് റവന്യൂ ലീക്കേജ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് പണം അനാവശ്യമായിട്ട് പോകുന്നത് എന്നൊക്കെ കണ്ടെത്തേണ്ടുന്ന ആൾക്കാർ ഇതിനെ ന്യായീകരിക്കാനായിട്ട് വരുന്നു. മന്ത്രി ശ്രീ മണി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഗ്രാമ്യ ഭാഷയിൽ ഒക്കെ പറഞ്ഞിരിക്കുന്നതും ന്യായീകരിക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ്. ഇത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഔദ്യോഗിക വാഹനങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ച് ശ്രീ KM ഷാജി അദ്ദേഹം 2019 ഒക്ടോബർ 28 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന മറുപടിയിൽ സർക്കാർ സർവീസിലുള്ള 32 പേർക്കെതിരെ ഈ വാഹനം, ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തു എന്ന പേരിൽ നടപടി സ്വീകരിക്കുകയോ ശുപാർശ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എന്ന്, അവരിൽ നിന്ന് എത്ര തുകയാണ് ഈടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് അടക്കം നിയമസഭയിൽ വെച്ചിട്ടുണ്ട്. അന്ന് 2019 ശ്രീ മണി ക്യാബിനറ്റ് മന്ത്രിയാണ്. അതേ ക്യാബിനറ്റിൽ തന്നെ മന്ത്രിയായിരുന്നയാളാണ്. ഈ തുകയെ പറ്റിയൊക്കെ പറയുമ്പോൾ അന്ന് അദ്ദേഹം വെച്ചിരുന്ന ലിസ്റ്റിലെ 28ാമത്തെ ഐറ്റം ഇങ്ങനെയാണ്. മലമ്പുഴ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെ വാഹന ദുരുപയോഗം ചെയ്തതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് 3,06,525 രൂപ ഈടാക്കുന്നതിന് ശുപാർശ ചെയ്തു. ഇത് അന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ മന്ത്രി ശ്രീ മണി? അപ്പൊ അന്ന് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അവിടെ ഉണ്ടാകും, അതിന്റെ ആവശ്യമില്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ് എന്ന് എന്തുകൊണ്ടാണ് മന്ത്രി പറയാതിരുന്നത്? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. 1,400 ചില്ലുവാനം രൂപ മുതൽ ഈ പറഞ്ഞതുപോലെ 3 ലക്ഷത്തിന് മുകളിൽ തുക അന്ന് ഈടാക്കാനായിട്ട് ശുപാർശ ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറഞ്ഞത്. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. അപ്പൊ അന്ന് ഈ പറയുന്ന 32 ഉദ്യോഗസ്ഥരും സർക്കാരിനെതിരെ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും CITU പോലെയുള്ള സംഘടനകൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ പ്രതികാരം എന്നോണമാണോ? ഈ പല വകുപ്പുകളിൽ നിന്ന് ഇത്തരത്തിൽ വാഹന ദുരുപയോഗത്തിന് പിഴ ചാർത്തുകയും അത് മുഖ്യമന്ത്രി തന്നെ യാതൊരു വെരിഫിക്കേഷനും കൂടാതെ നിയമസഭയിൽ വായിക്കുകയും ചെയ്യുകയാണോ എന്നുണ്ടായിരുന്നു. KSEBയിൽ പല കാര്യങ്ങളും നടക്കുന്നു, അവിടെ ഒരു ശുദ്ധികലശം നടക്കുന്നു, അവിടെ അനാവശ്യമായിട്ടുള്ള പ്രവണതകളെയൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് ചെയർമാൻ ശ്രമിക്കുന്നു എന്നത് കണ്ടുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തിനെ സമീപിക്കാൻ ശ്രമിക്കുന്നത് ശ്രീ മണിയുടെ പാർട്ടിക്കാരാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രതികരിക്കുന്ന ശ്രീ മണിയും അതേപോലെയുള്ള ആൾക്കാരും. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കും. ഇത് പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടതാണ്. അതായത് ഇത്ര തുക 11 രൂപ കണക്കിൽ, അതേപോലെ പെട്രോളിനുള്ള തുകയുടെ 50%. അത് ശരി. അന്ന് മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ചതിലെ മറ്റൊരു കണക്ക് കൂടി പറയാം. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി അനുവദിച്ച സർക്കാർ വാഹനം കല്ലട ജലസേചന പദ്ധതിയുടെ തെന്മല സബ് ഡിവിഷൻ നമ്പർ 2 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജ SS ദുരുപയോഗം ചെയ്തതായി പരിശോധനയിൽ കണ്ടെത്തി. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. അന്ന് യാത്രാബത്ത ഇനത്തിൽ അനധികൃതമായി എത്രയാണോ പറ്റിയത് ആ തുക 18% പലിശ സഹിതം കൊടുക്കുക. 2016 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിച്ച മാസത്തെ ഇന്ധന ചെലവിലത്തിൽ വന്ന തുകയുടെ 50%-മായ 3007 രൂപയും കൂടി ചേർത്ത് മൊത്തം 4895 രൂപ. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഈ പറഞ്ഞിരിക്കുന്ന അതേ കണക്കിൽ ഈ പെട്രോളിന്റെ തുകയുടെ 50% എന്നൊക്കെ പറയുന്നത് നിയമപ്രകാരം എടുത്തിരിക്കുന്നതാണ്. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.